ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് അധികം ഒത്തിരി സംസാരിക്കാൻ പറ്റില്ല, കാരണം 12 മണിയാവാറായിട്ടുണ്ട്. കുഞ്ഞൂസ് കൂടി അവിടെ ഉറങ്ങാണ്. ആ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഈ ഒരു മിറർ എൻ്റെ ബാഗിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോറി, എന്താ വീഡിയോ എന്ന് പറഞ്ഞില്ല. വാട്ട്സ് ഇൻ മൈ ബേബി ബാഗ്. അതായത് ഞാൻ ബേബിയായിട്ട് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഇതിന്ന് ഞാൻ എടുത്ത് വെക്കാറില്ല ഇവിടെ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്നുള്ളതൊക്കെയാണ് വീഡിയോ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ കാണണം കേട്ടോ, എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്തുള്ളതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ കുറച്ച് എനിക്ക് ഐഡിയ ഉണ്ട്, കുറച്ച് എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല. ഫാനിനകത്തോണ്ട് ഭയങ്കര ചൂട്. ഓക്കെ, അപ്പോൾ എന്താ ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ഈ ഒരു ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ അങ്ങോട്ട് പർച്ചേസ് ചെയ്താൽ കേട്ടോ. 1000 സംതിങ് റേറ്റ് എനിക്ക് വന്നുള്ളൂ. ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങിച്ച ബാഗ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഈ ഒരു കള്ളി നോക്കണം കേട്ടോ. ഇവിടെ വേറൊരു കള്ളിയുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ തുറന്നു. ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളുള്ളത്. ഇത് ഓൾറെഡി ഇതിനകത്തുള്ളത് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ്. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യണത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയായിരുന്നു കുഞ്ഞൂസായിട്ട്. അപ്പോൾ ഇതിനകത്തൊരു പേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് ഓൾറെഡി സെറ്റായിരിക്കും, അതായത് ഉണ്ടാകുന്ന സാധനങ്ങൾ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുള്ളതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെയുള്ളതെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു സാധനം ഇതിനകത്തുള്ളതാണ്. എന്നിട്ട് മിററാട്ടോ, മിററാണ്. ഞാൻ ഉയർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു കുട്ടി മിററുണ്ട്. പിന്നെ എൻ്റെ ഒരു വാലറ്റ്, ഇതിനകത്ത് കാർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു 500 നോട്ടുണ്ട്. പിന്നെതാ ലുലുവിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കിട്ടിയ സംഭവം. പിന്നെ ഇക്കാക്കാൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതിനകത്ത് എൻ്റെ ഒരു പവർ ബാങ്ക് ഉണ്ട്. എനിക്ക് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് കണ്ണൊക്കെ ഇരുട്ട് പോലെ ഇരിക്കണം, ഒന്ന് കാണാൻ പറ്റുന്നു. പിന്നെ എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഇത് വന്നിട്ട് നൈക്കയുടെ ജാനൂഡ് എന്ന് പറയുന്ന കളറാണ് കേട്ടോ ലിപ്സ്റ്റിക്. കണ്ണട, ഇത് ഞാൻ വെറുതെ ഇതിനകത്ത് വെച്ചതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല. എന്നിട്ട് വെച്ചും കൊണ്ട് വെക്കാം. നല്ലതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. നല്ലതാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ 2022 ന്യൂ ഇയറാണ്, ഏതൊരു ന്യൂ ഇയറിന് വാങ്ങിച്ചതാണ്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്കും ബേബിയുടെ ഐറ്റംസ് ഒന്നും ഇല്ലെന്ന് ഉണ്ട്. എനിക്ക് കിട്ടിയത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ചീപ്പ്, ഇത് ഈ ഒരു ഭാഗം നമുക്ക് ചടാളയാനും ഈ ഭാഗം അല്ലാണ്ട് ഇടാനും നമുക്ക് നല്ല യൂസ്ഫുൾ ആയി ഒരു ചീപ്പ്. അത്തർ, എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. സോ മുല്ലപ്പൂൻ്റെ ഒരു അത്തർ. ഈ വീഡിയോ ഓണായിട്ടില്ല എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ ഞാൻ എനിക്ക് ഓണാക്കിയിട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കുഞ്ഞൂസിന് കരിമ്പ് വയൽ വെച്ച് കൊടുക്കുക. ഇത് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. അതുപോലെ കിൽക്കാമട്ടി ഉണ്ടാവാറുണ്ട്, അതെൻ്റെ വീട്ടിലാണ്. പിന്നെ കുഞ്ഞുവിൻ്റെ ബോട്ടിൽ ഉണ്ടാവാറുണ്ട്, അതായത് നിപ്പിളുള്ള ബോട്ടിൽ. അത് താഴെ ഇരിക്കുകയാണ്. ഞാൻ തിളപ്പിച്ചതിന് ശേഷം അതിൽ വെള്ളമാണ് ഞാൻ അവൾക്ക് കൊടുക്കാറുള്ളൂ. പാല് അങ്ങനെ അവൾ കുടിക്കാറില്ല, കുപ്പിപ്പാൽ കുടിക്കാറില്ല. പിന്നെ ഞാൻ ഇതിൽ 4 സ്നഗ്ഗി വെച്ചിട്ടുണ്ട്. ഇത് കഡൽസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്നഗ്ഗി കേട്ടോ. ഇതാണ് ഇപ്പോൾ ഒക്കെ യൂസ് ചെയ്യണത്. സോ അത് വെച്ചിട്ടുണ്ട്. വൈറ്റ്സ് 2 മുതൽ തീരാറായിരുന്നു കേട്ടോ. ഇതുകൊണ്ട് വെച്ചത് ഇതിവിടെ യൂസ് ചെയ്തുകൊണ്ടത്. ഇപ്പോൾ വൈറ്റ്സിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല. എന്താണ് ഒരു പൗഡർ ഉണ്ട് കേട്ടോ, ബേബി പൗഡർ. പിന്നെ നിപ്പിള്, നേരത്തെ മൂടി ഉണ്ടെങ്കിൽ പോയി. ഇത് അതുപോലെ തന്നെ ഒരു നിപ്പിള് കിൽക്കാൻ വേണ്ടി വെക്കാറുണ്ട് കേട്ടോ. അത് ഫസ്റ്റായിട്ട് എനിക്ക് വേണം. പിന്നെ നമ്മൾ ബോട്ടിൽ എടുക്കുമല്ലോ, ആ ബോട്ടിലിൻ്റെ 2 മൂടികളാണ് ലീക്ക് വരാതിരിക്കാനായിട്ടുള്ള. പിന്നെ വേണ്ടത് മരുന്ന്. ഇത് ഞാൻ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. ഇത് കുഞ്ഞൂസിൻ്റെ, ഇത് ഇഫ്കുട്ടീൻ്റെ കേട്ടോ. 2 വട്ടം മരുന്ന് മസ്റ്റായിട്ട് ഞാൻ കയ്യിൽ വെക്കുന്ന ഒരു ഐറ്റം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി ടർക്കി, ഇതെപ്പോഴും എൻ്റെ ബാഗിൽ സ്ഥിരമുള്ള ഒരു ഐറ്റമാണ്. ഞാൻ എടുക്കാറില്ല, കഴുകാൻ വേണ്ടി മാത്രം എടുക്കാറുള്ളൂ. പിന്നെ ഒരു ജോഡി ഡ്രസ്സ് കുഞ്ഞൂസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇഫ്കുട്ടി ഇപ്പോൾ ഇത്ര വലുതായിക്കണോണ്ട് ഇഫ്കുട്ടീനെ അങ്ങനെ ആവശ്യം വരാറില്ല.
ആവശ്യമില്ല, കുഞ്ഞൂസിൻ്റെയാണ് കൂടുതൽ ആവശ്യം വരാറുള്ളത്. ഒരു ജോഡിയും കൂടെ എക്സ്ട്രാ ഞാൻ പിന്നെ ട്രാവൽ എവിടെ വരെയും കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സിൻ്റെ അളവ് കൂടും കുറയും ഒക്കെ വരും കേട്ടോ. പിന്നെ ഇതാ ഫീഡിങ് കവർ, ഇത് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ്. എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ ഫീഡ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം എടുക്കും. പിന്നെ ഫീഡിങ് പില്ലോയും എടുക്കും കേട്ടോ. രണ്ടും എടുക്കാറുണ്ട്. ഇത് വെക്കാനുള്ള സ്ഥലമല്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ളതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് നല്ലൊരു ക്യൂട്ട് ബാഗാട്ടോ, അതൊന്നും നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ പണ്ട് ബേബി, അതായത് നമുക്ക് കുഞ്ഞുവിന് പൊടിയൊക്കെ കൊടുക്കുന്ന ടൈം, അതായത് പാല് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന കുറുക്കൊക്കെ കൊടുക്കുന്ന ടൈമിൽ അതൊക്കെ ഞാൻ ഇതിനകത്ത് വെക്കാറുണ്ട്. എക്സ്ട്രാ വേറൊരു ടിന്നിൽ ആക്കിയിട്ട് വെക്കാറുണ്ട്. പോകുന്ന ടൈമിലാണ് ടിന്നിലേക്ക് ആക്കുള്ളൂ. ഇപ്പോൾ നോർമൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവമൊന്നും വേണ്ട, വരാറില്ല. പിന്നെ ടിഷ്യൂ, കുറച്ച് ടിഷ്യൂ. ഇത് കുഞ്ഞുങ്ങളോട് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കല്ല പേപ്പർ, പിന്നെ പേഴ്സിലോട്ട് എടുത്തൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ബേബി വിക്സ് ബാഗിലുണ്ടാവാറുണ്ട്. പിന്നെ ബഡ്സ്, പിന്നുകൾ, ടൂർപ്പിക്ക് ഇതിൻ്റെ ബാഗിലെപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു പാഡും ഞാൻ വെക്കാറുണ്ട്. ഞാൻ വെക്കാൻ മറന്നു പോയെന്ന്, അത് വെക്കാറുണ്ട് കേട്ടോ. അതെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടൊരു പാഡ് ഒരെണ്ണം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. പിന്നെ ഇത്രയും ഐറ്റംസാണ് ഞാൻ ബാഗിൽ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ഇതിലില്ലാത്ത ഐറ്റംസ് കിൽക്കാൻ പറ്റി, അതുപോലെ തന്നെ പാഡ്, പിന്നെ 2 ഐറ്റം ബഡ്സ്, ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ ബേബിയുടെ ബോട്ടിൽ, പാലിൻ്റെ കുപ്പിപ്പാലിൻ്റെ ബോട്ടിൽ, അതിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് ആറ്റിയിട്ട് അത് ഒഴിച്ചിട്ടാണ് നമുക്ക് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈം ആയതുകൊണ്ട് ഇപ്പോൾ 1.25 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൊടുക്കാറുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.